ലാൽ സലാം. മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ സിനിമയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ അത് ജില്ല തിരിച്ച് നമുക്ക് ഒന്ന് നോക്കാം. 21/3/2024 എമ്പുരാൻ്റെ ആദ്യ സെയിൽ തുടങ്ങിയപ്പോൾ ഉള്ള കണക്കുകളാണ് വരുന്നത്. റെക്കോർഡ് വേഗത്തിലാണ് സിനിമയ്ക്ക് കളക്ഷൻ കയറിയത്. അത് നമുക്ക് ഒന്ന് ഡീറ്റെയിലായി നോക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഇതിനിടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു ഫിഗറിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ജില്ല തിരിച്ച് ആദ്യം തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ 350ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 64,475ഓളം ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് പറയപ്പെടുമ്പോൾ ഗ്രോസായി പറയുന്നത് 1,30,99,900 രൂപയോളമാണ്. അതായത് 67.98% ഒക്യുപ്പൻസി ആയിട്ട് പറയുന്നത്. കൊല്ലത്ത് 172 ഷോകളിൽ നിന്ന് 35,500 അഡ്മിറ്റാണ് പറയുന്നത്. 54,54,898 രൂപയാണ് ഗ്രോസായി വന്നത്. 69.01 സിനിമയുടെ ടോട്ടൽ ഓക്യുപ്പൻസി വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ 36 ഷോകളിൽ നിന്ന് 6,264 പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ 9,72,935 രൂപ വരികയും 73.19% ഓക്യുപ്പൻസി വരുന്നതും. ആലപ്പുഴയിൽ 91 ഷോകളിൽ നിന്ന് നമുക്ക് 20,019 പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ 51,39,905 രൂപയാണ് വന്നിരിക്കുന്നത്. എന്താണേലും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു റെക്കോർഡാണ്. അതായത് 77% വന്നിരിക്കുന്നത്. കോട്ടയത്ത് 166 ഷോകളിൽ നിന്ന് 35,834 ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 51,39,905 രൂപയാണ് വന്നിരിക്കുന്നത്. 67.14% ഒക്യുപ്പൻസി. ആലപ്പുഴയിൽ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിരുന്നു. 51 ലക്ഷമല്ല, 30,71,704 ആലപ്പുഴയിലെ ഗ്രോസായി വന്നത്. 77.81% ഒക്യുപ്പൻസി. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഒക്യുപ്പൻസി ആലപ്പുഴയിലും പത്തനംതിട്ടയിലുമാണ് വന്നത്. ഇനിയും നമ്മൾ ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ 52 ഷോകളാണ് 8,239 പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇന്നലെ 13,10,551 എമൗണ്ടാണ് അല്ലെങ്കിൽ രൂപയാണ് ഇതിൻ്റെ ഗ്രോസായി വന്നത്. 63.35%. എറണാകുളം റെക്കോർഡ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 426 ഷോകളിൽ നിന്ന് 92,293 ടിക്കറ്റുകൾ ബുക്ക് ചെയ്തപ്പോൾ 1,98,80,673 രൂപയാണ് ഗ്രോസായി വന്നത്. 86% ഒക്യുപ്പൻസി ആയിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂർ 365 ഷോകൾ 70,000 മുകളിൽ ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ 1,05,00,000 രൂപയോളമാണ് ഗ്രോസായി വന്നത്. 65.64% ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. പാലക്കാട് 177 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 25,925 പേർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ 35,67,000 രൂപയോളം വന്നു. 52% ഒക്യുപ്പൻസി. ഏറ്റവും കുറഞ്ഞ ഒക്യുപ്പൻസി നമുക്ക് കാണാൻ കഴിയുന്നത് പാലക്കാടാണ്. മലപ്പുറം 152 ഷോകളിൽ നിന്ന് 25,600 മുകളിൽ ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ 33,00,000 രൂപയോളം വന്നു. 60% ഒക്യുപ്പൻസിയിൽ. വയനാട് 45 ഷോയിൽ നിന്ന് 5,416 പേർ ബുക്ക് ചെയ്തപ്പോൾ 7,28,000 മുകളിൽ എമൗണ്ട് വരികയും 55% ഒക്യുപ്പൻസി വരികയും ചെയ്തു. കോഴിക്കോട് 296 ഷോകളിൽ നിന്ന് 48,865 പേർ കണ്ടപ്പോൾ 86,80,8,692 രൂപയാണ് ഫൈനൽ ഗ്രോസായി അല്ലെങ്കിൽ ആദ്യ ദിനത്തെ ഗ്രോസായി വന്നത്. 77.2% ഒക്യുപ്പൻസി. കണ്ണൂരിൽ 158 ഷോകളിൽ നിന്ന് 27,000 മുകളിലുള്ള ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ 43 ലക്ഷം രൂപയോളം വന്നു. 71% ഒക്യുപ്പൻസിൽ. കാസർഗോഡ് 56 ഷോകളിൽ നിന്ന് ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 8,573 12,67,000 രൂപയോളം വന്നു. 54% ഒക്യുപ്പൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാസർഗോഡും വയനാടുമാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് കുറഞ്ഞ, അല്ലെങ്കിൽ പിന്നെ പറയാനുള്ളത് പാലക്കാടുമാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ വന്നിരിക്കുന്നത്. എന്തായാലും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ വരുമ്പോൾ 2,542 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4,74,524 അഡ്മിറ്റ്, അതായത് ആളുകൾ കണ്ടതായി പറയുന്നു. 8,13,62,000 രൂപ ആണ് വന്നിരിക്കുന്നത്. 69.84% ഒക്യുപ്പൻസി. ശരിക്കും ഇത് ട്രാക്ക്ഡ് കളക്ഷൻസ് മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിന് മുകളിലേക്കുള്ളതാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് തന്നെ അറിയാം 6 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിഗംഭീരമായിട്ടും മനോഹരമായിട്ടുള്ള, മലയാളികൾ ചിന്തിക്കാത്ത ലെവലിലാണ് ഈ ഒരു സിനിമയുടെ ബുക്കിങ്ങും
കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ദിവസവും മികച്ച രീതിയിൽ തന്നെയുള്ള ബുക്കിംഗാണ്. നാളെ ഇതേ സമയമാകുമ്പോൾ ഇതേപോലെ ഉള്ള ഡീറ്റെയിൽ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഒരു അപ്ഡേറ്റുമായി വരും. എന്തായാലും മോഹൻലാൽ എന്ന നടൻ്റെ കരിയർ ബെസ്റ്റായി മാറുന്നു. അതുകൂടാതെ മലയാള സിനിമയുടെ കരിയർ ബെസ്റ്റായി മാറുന്നു. അതിനും മുകളിൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ റെക്കോർഡുകളുടെ മുകളിലേക്ക് എമ്പുരാൻ കയറുന്നു എന്ന സന്തോഷ വാർത്തയും. ഇന്ത്യൻ സിനിമകളിൽ തന്നെ ഏറ്റവും വലിയ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് മോഹൻലാൽ എന്നുള്ള പേര് അവിടെ ഉറപ്പിച്ചിരിക്കുന്നു. കാരണം പല അന്യഭാഷകളിൽ നിന്ന് വരുന്ന വമ്പൻ സിനിമകളുടെയും മുകളിലാണ് ടിക്കറ്റ് ബുക്കിങ്ങിൽ ഈ സിനിമ നിൽക്കുന്നത്. അത്രത്തോളം ഗംഭീരം ഒരു മലയാള സിനിമയാണ്. ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുന്ന ചെറിയ സിനിമയാണെന്നറിയാം. എന്നാൽ പോലും ഈ സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്ന ആ ഒരു കാര്യം ഒരു ഒന്നൊന്നര തൂക്ക് എന്ന് തന്നെ പറയാം. ഗൾഫ് മേഖലയിലും സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള സപ്പോർട്ടുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ ആദ്യ 2 ദിവസത്തെ ആദ്യ 2 ദിവസത്തെ ട്രാക്ക്ഡ് കളക്ഷൻസിനകത്തിൽ ഇതുവരെ ലഭ്യമായിരിക്കുന്നത് മറ്റ് പ്രധാന ട്രാക്കർമാരുടെ കയ്യിൽ നിന്ന് 2713 ഷോകളിൽ നിന്ന് 4,91,874 പേരുടെ ഒക്യുപ്പൻസി കാണിക്കുന്നു, 68%. അതിനകത്തിൽ തന്നെ അവർ പറയുന്നു 352 ഹൗസ്ഫുള്ളും 313 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും, അങ്ങനെ 8,29,30,9,000 രൂപയോളമാണ് മറ്റു പ്രമുഖ ട്രാക്കർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു കളക്ഷൻ വരുമ്പോൾ നമുക്ക് ഏറെ പ്രതീക്ഷിക്കാം. 10 കോടി ഇന്ന് കഴിഞ്ഞിരിക്കുന്നു ഈ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കുതിപ്പ് തന്നെയാണ് ഈ സിനിമയ്ക്ക് പോകുന്നത്. ഫാൻ ഷോസ് 300 കഴിഞ്ഞതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം അങ്ങോട്ടുള്ള അപ്ഡേറ്റുകളൊന്നും വന്നില്ല. കാരണം ഫാൻസിന് പോലും ടിക്കറ്റ് കിട്ടാത്ത ഒരവസ്ഥ. ഫാൻ ഷോയും പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കാരണം ടിക്കറ്റ് കിട്ടിയാലല്ലേ ഫാൻ ഷോ നടത്താൻ പറ്റുള്ളൂ. ഒരു പക്ഷേ മോർണിംഗ് 4 മണിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇനിയും ഫാൻ ഷോസ്, ആദ്യമായിട്ട് മോഹൻലാൽ സിനിമയുടെ ഫാൻ ഷോസ് പാളിപ്പോകുന്ന ഒരു കാര്യമാണ് കാണുന്നത്. വേറെ ഒന്നുമല്ല, ടിക്കറ്റ് ഇല്ല, പിന്നെ എങ്ങനെയാണ് ഫാൻ ഷോ നടത്തുന്നത്? അല്ലെങ്കിൽ അടുത്ത ദിവസം ഫാൻ ഷോ നടത്തേണ്ടി വരുമെന്നുള്ള അങ്ങനെയുള്ള ഭീകരാവസ്ഥയാണ്. അതെ, അതിഗംഭീരം.